അപ്പോൾ 800-ൻ്റെ ബാലൻസറാണ് നമ്മൾ ചെയ്ത് വണ്ടിക്ക് വരുന്നത്. പിന്നെ സ്പ്രിങ് എൻ്റെ വണ്ടിക്കകത്ത് സ്പ്രിങ് ചെയ്യാൻ നേരത്ത് ഫിയറ്റിൻ്റെ. അപ്പോൾ ഗൈസ് ദേ ചില സമയത്ത് നമ്മൾ ഫസ്റ്റേന്ന് നേരെ നമ്മൾ സെക്കൻഡിലോട്ട് ഇടുമ്പോഴത്തേന് ഗൈസ് നമ്മുടെ ഗിയറിന് ഒരു സ്ലിപ്പിംഗ് ഉണ്ട്, തേർഡ് ഗിയർ ഗൈസ്. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ നമ്മൾ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഗൈസ് വെളിയിൽ നല്ല മഴയാണ്. അപ്പോൾ മഴയാണെങ്കിൽ നമ്മൾ ചെരുപ്പം മാറ്റും കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ 2 ദിവസം വീഡിയോ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് വേണ്ട അത് കാരണം ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും താറുമാറാകും ഗൈസ്. അങ്ങനെ പനി വന്നു ലേറ്റായാണ് നമ്മൾ ഇറങ്ങിയത്, ഒത്തിരി താമസിച്ചാണ് കുളിച്ചതും കാര്യങ്ങളും എല്ലാം. ഇപ്പം താക്കോൽ ഓണാക്കി ഇട്ടെ. സീറ്റൊക്കെ കണ്ടില്ല, അതെ വീണ്ടും മഴയാകുന്നു കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ പൂച്ച കയറുന്നതിന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മടക്കി എല്ലാം കയറ്റി വെച്ചതാണ്. മൊത്തത്തിൽ അഴുക്കൊക്കെയാണ് കേട്ടോ. പനിയായ കാരണം നമ്മുടെ എല്ലാ പരിപാടികളും താറുമാറായി. അപ്പം ഞാനൊന്ന് ഏതായാലും ഗൈസ് അപ്പോൾ ഇതിനകത്ത് മാറ്റൊക്കെ ഒന്ന് കുടയട്ടെ. ഓക്കെ അപ്പം ഗൈസ് കണ്ടോ, ഈ സാധനം വാങ്ങിച്ചിടുന്നതിൻ്റെ പ്രയോജനം ഗൈസ് ഇതാണ് കണ്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തൂത്ത് നമുക്ക് ഇറക്കാം. ഒന്നാമത്തെ കാര്യം അതെ, ഇതിൻ്റെ അടിയിലോട്ട് പോകുമെന്നുള്ള ആ ഒരു ഇത് വേണ്ട. അപ്പോൾ ഗൈസ് കൈയോടെ നിങ്ങളെല്ലാവരും ഇത് വാങ്ങിച്ചിട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പോകുന്നത് വണ്ടിക്ക് വൃത്തി നൽകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ സ്ഥലം കണ്ട. അപ്പോൾ പ്ലാറ്റ്ഫോം, അപ്പോൾ അത് ഇങ്ങനത്തെ സാധനമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തൂക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഫ്രണ്ടെല്ലാം നമ്മൾ തൂത്തിട്ടുണ്ട്. അതിലും ബ്രഷ് എടുത്ത് ഗൈസ് ഇവിടെയാണ് ഞാൻ ബ്രഷ് വെക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തട്ടി നിന്നോളൂ. ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് വണ്ടി വെളിയിലോട്ട് ഇറക്കാം ഗൈസ്. വണ്ടി വെളിയിലോട്ട് ഇറക്കാം. ഹലോ മച്ചാമാരെ, അപ്പം ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഗൈസ് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു. അതിലുപരി 2 ദിവസത്തെ പനിയായ കാരണം നമ്മൾ വ്ളോഗൊന്നും നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ വ്ളോഗുമായിട്ട് ഇറങ്ങിയേക്കാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ചെറിയ ചെറിയ സംശയങ്ങൾക്കുള്ള മറുപടിയും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. അതൊക്കെ കേട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഏതായാലുമായിട്ട് നമുക്ക് നേരെ സ്റ്റാൻഡിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് ഒത്തിരി ലേറ്റാണ് കേട്ടോ. ഓക്കെ അപ്പോൾ ഗൈസ് കണ്ടോ, അപ്പോൾ രാവിലെ നമ്മൾ വന്നപ്പോഴത്തേന് വണ്ടിയെല്ലാം ആയി. നമുക്ക് ഈ ജീപ്പിൻ്റെ ബാക്കിലാണ് നമുക്ക് സ്ഥലം കിട്ടിയത് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഫ്രണ്ടിലോട്ട് കയറ്റി ഇടുന്നുണ്ട്. അപ്പം ഗൈസ് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വണ്ടി പോയി. അപ്പോൾ എല്ലാവരും ഉന്തി ഇടുവാണേ. നമുക്കും ഏതായാലും വണ്ടി ഇവിടുന്ന് ജീപ്പിൻ്റെ പുറകിൽ നിന്ന് മാറ്റി നമുക്ക് നമ്മുടെ സ്ഥാനത്തോട്ട് തന്നെ സെറ്റ് ചെയ്തിടാം. ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ കണ്ടോ വണ്ടി കയറ്റിയിട്ട് നമ്മുടെ ഒരു ഇരുത്തത്തിൻ്റെ സ്പോട്ടാണ് കേട്ടോ. അതെ ഇവിടെ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഇരിക്കാം ഗൈസ്. വണ്ടി അവിടെ കിടക്കുന്നു. അപ്പോൾ ഗൈസ് അപ്പം കണ്ടല്ലോ, അപ്പോൾ പനിയാണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സൗണ്ടെല്ലാം മാറി ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ 2 വീഡിയോയ്ക്കകത്തൊക്കെ നമ്മൾ പറയാൻ ബാക്കി വെച്ച കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ഇന്നൊരു വീഡിയോ ആക്കാം. ഏതായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ അങ്ങ് ഫ്രണ്ടിൽ ചെല്ലണം. അങ്ങ് ഫ്രണ്ടിൽ ചെല്ലുന്നിടം വരെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാം. അതായത് രാവിലത്തെ നമ്മുടെ കൈനീട്ട ഓട്ടം എടുക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലൊക്കെ കിടക്കാം. അപ്പോൾ ഗൈസ് കണ്ട, അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ പുതിയ ആപ്പയുടെ വീഡിയോ നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ പുതിയ ആപ്പയുടെ വീഡിയോ ഒത്തിരി പേർക്ക് അത് പ്രയോജനമായി കേട്ടോ. അതായത് ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ചെയ്തു. അത്യാവശ്യം എല്ലാവരിലേക്ക് അത് എത്തി. അപ്പം ഒത്തിരി അധികം ആളുകൾ പുതിയ ഇപ്പോൾ അപ്ഡേഷൻ വന്നേക്കുന്ന ആപ്പ് എടുത്തിട്ട് പണിയാൻ കൊടുത്തവരായിട്ടുണ്ട്, ബുക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് മെസ്സേജ് അയച്ചു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോഴാണ് നമ്മളെ എത്ര പേര് കാണുന്നുണ്ട്, എത്ര പേര് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലാണേലും അല്ലാതെ വാട്സാപ്പിൽ നമ്പർ എടുത്തിട്ട് ഉള്ള ഇതാണേലും വോയിസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേര് അന്വേഷിച്ചു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തരുന്ന സംഭവങ്ങളാണ് കേട്ടോ. നമ്മളെക്കുറിച്ച് അന്വേഷിക്കുക, ഇന്ന് ബ്രോ വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കേസായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വയ്യാഴികയാണ് പൊതുവെ മാറിയിട്ടില്ല. ഇന്നലെയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടൊക്കെ ആയ കാരണം വണ്ടിക്കകത്ത് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫോണും എടുത്ത് വെച്ചുകൊണ്ടൊക്കെ ഉള്ള നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പം ഗൈസ് അപ്പോൾ ഇന്നതേ നമ്മൾ നമ്മുടെ സെറ്റായിട്ട് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മളോട് തൃശ്ശൂരുള്ള ഒരു ബ്രോ നമ്മുടെ ബാലൻസ് റാഡിൻ്റെ സ്പ്രിങ്ങിൻ്റെയും കേസായിട്ട് കുറേ പ്രാവശ്യം സംസാരിച്ചു കേട്ടോ. അപ്പം പുള്ളി അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളിന്ന് മാക്സിമം
ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം കേട്ടോ. അതായത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് കേസ് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പറയാം. അതായാലും കൈനീട്ടം ഓടിയിട്ടില്ല കണ്ടോ, കൈനീട്ടം ഓടിയിട്ടില്ല. അപ്പം വണ്ടി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ബാക്കി ഇനി കൈനീട്ടം ഓടിയിട്ട് നിങ്ങളോട് നമുക്ക് സംസാരിക്കാം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുറേ കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ തുടങ്ങിയത് കൊണ്ട് മെയിനായിട്ട് കുറേ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, അപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക്, അതായത് നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിടുന്നതും വെറൈറ്റി കാണുന്നതും സാധനങ്ങളൊക്കെയാണ് നമ്മളെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലാപ്പിൻ്റെ വീഡിയോ ആണെങ്കിലും അലോവിലിൻ്റെ വീഡിയോ ആണെങ്കിലും എല്ലാം നിങ്ങൾ ഒത്തിരി പേർക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ട് ഒത്തിരി പേരൊക്കെ സാധനം പർച്ചേസ് ചെയ്തു. അപ്പം നമ്മളെ അവരെല്ലാം ഇങ്ങനെ വിളിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ അപ്പം ഗൈസ്, അപ്പോൾ നമുക്ക് ഈ എൻ്റെ ചാനൽ വഴി എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനങ്ങളും ഇന്നേ വരെ നമുക്കുണ്ടായിട്ടില്ല. എനിക്കുള്ള ആകെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ ഗൈസ്, അപ്പം നമ്മുടെ കേരളത്തിലെ ഏതൊരു ജില്ലയിൽ പോയാലും ഒന്ന് വിളിച്ചു പറയാനും അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരാളെങ്കിലും കുറഞ്ഞതുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാവരെയും നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ആവശ്യങ്ങളെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പ്രയോജനമാകാൻ വേണ്ടി നമ്മളൊരു ഗ്രൂപ്പ് അതായത് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഒത്തിരി നാളായി. അപ്പം പിന്നെ നമ്മൾ ഉടനെ എടുത്ത് ചാടണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പം അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളെല്ലാം അവരുടെ സംസാരവും അവരുടെ രീതികളും അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഉറപ്പായിട്ടും ഒരു ഗ്രൂപ്പ് കൂടെ നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ഫേസ്ബുക്ക് ആക്കാം. അപ്പം അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രയോജനപ്പെടും. ഒന്നാമത്തെ കാര്യം ഗൈസ്, അപ്പോൾ എനിക്ക് അത് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ സ്ഥലത്ത് അതായത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഗൈസ്, കേരളത്തിൽ ഓട്ടോ, അതായത് ഓട്ടോയ്ക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഓരോ സ്ഥലത്തും ഓരോ ഷേപ്പ് ഓരോ വർക്ക് കാര്യങ്ങളാണ്. അതായത് ഇപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഒരു ടൈപ്പ് ബോഡി വർക്ക് അറിയാലോ, കട്ടപ്പന ഫേമസ് ആയിട്ടിരിക്കുന്ന മുണ്ടക്കയം, പിന്നെ നമ്മുടെ തുരുത്തി, പിന്നെ എറണാകുളം ഭാഗം അങ്ങോട്ട്, പിന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ ഇവിടുന്ന് എല്ലാം നമുക്ക് സബ്സ്ക്രൈബേഴ്സും നമ്മൾ അതുപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ചങ്കുകളും ഉള്ളത് കൊണ്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോ മോഡലെങ്കിലും എല്ലാ ബോഡി വർക്ക്ഷോപ്പുകളിലും ചെന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളെക്കുറിച്ച് വീഡിയോ ചെയ്യുക, ആ മോഡൽ നമ്മുടെ ചാനലുകളിൽ എത്തിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. അപ്പം അതിനു വേണ്ടിയാണ്. പക്ഷെ നമുക്കറിയാലോ നമുക്ക് ഇതിനകത്തൊന്നും വരുമാനമൊന്നും കിട്ടാൻ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്രകൾ എന്തായാലും അതിനു വേണ്ടി വരും. വണ്ടി കൊണ്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ പോലും ജസ്റ്റ് നമുക്ക് ഏറ്റവും എക്സ്പെൻസ് കുറച്ച് നമുക്ക് ബസ്സിനാണെങ്കിൽ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളത് മാറ്റി വെച്ചേക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഈ ചാനൽ കൊണ്ടുള്ളതിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. അതായത് ഈ ഒരു ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തമുള്ള ഓട്ടോറിക്ഷ പ്രാന്തന്മാരുടെ അവർ ചെയ്തേക്കുന്ന വർക്കുകൾ എടുത്ത് കാണാൻ പറ്റണം. അതിൽ ഓരോ സ്ഥലത്തനുസരിച്ചുള്ള ഷേപ്പ്, മനസ്സിലായില്ലേ? അപ്പം അതല്ലാതെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുമ്പോഴത്തേന് അപ്പോൾ ഓരോ നമുക്ക് ബന്ധങ്ങളാകും. ഇപ്പോൾ എൻ്റെ ഈ ചങ്ങനാശ്ശേരി കിട്ടുന്ന ഒരു സ്പെയർ പാർട്സ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ആയിക്കോട്ടെ, നമ്മൾ ഓട്ടോക്കാരെന്ന് വെച്ചാൽ മനസ്സുള്ളവരാണ്. അതായത് നമുക്ക് നമ്മുടെ സ്ഥലത്തൊന്ന് സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു ഓട്ടോക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മടിയില്ലാതെ നമ്മളത് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഈ ചാനൽ കൊണ്ട് എനിക്ക് കിട്ടിയ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, അല്ല ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങളുടെ അവിടുത്തെ ഏതെങ്കിലും ഒരു സാധനം, നിങ്ങളുടെ വണ്ടിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് അത് എനിക്ക് വേണം ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സമയമൊന്നും നമ്മൾ പറയത്തില്ല. നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കുക, നമുക്ക് കൊറിയർ അയച്ചു തരിക. എൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിൽ മൊത്തം എല്ലാവരുടെയും വണ്ടി അടിപൊളിയാണെന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്പെയർ പാർട്സ് ആണെങ്കിലും ആക്സറീസ് സാധനങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എത്തിക്കാനും പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുന്ന യാത്ര ചെയ്യുമ്പം കാണാനും സംസാരിക്കാനും അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് ഇപ്പോൾ നിലവിൽ നമ്മളോട് കോൺടാക്റ്റ് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വാട്സാപ്പ് വഴി ഇങ്ങനെ എന്നോട് ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും എന്നെക്കാട്ടിലേറെ അത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. മനസ്സിലായോ? എന്നെക്കാളേറെ എന്ന് വെച്ചാൽ എന്നെക്കാളേറെ എല്ലാവരും ബ്രോ അത് നല്ലൊരു പരിപാടിയാണ്, നമുക്കങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ ദില്ലോട്ടോ വ്ളോഗ്സിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ബേസിൽ നമുക്കൊരു നല്ലൊരു പേര്, അതായത് എൻ്റെ ഈ ദില്ലോട്ടോ വ്ളോഗ്സ് എന്നുള്ള പേര് തന്നെ സജസ്റ്റ് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബറാണ്.
അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഒരു ഗ്രൂപ്പിന്, നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ഒരു പേജ് ആയിക്കോട്ടെ, അതിന് പറ്റിയ ഒരു നെയിം നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആഡാകാൻ താല്പര്യമുള്ള, ഈ വണ്ടിപ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ചേരാൻ താല്പര്യമുള്ള, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമ്മളെ കൊണ്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നമ്പർ എനിക്ക് അയച്ചു തരാം. എൻ്റെ കയ്യിലുള്ള, എന്നെ ഇതുവരെ കോൺടാക്ട് ചെയ്തേക്കുന്ന എല്ലാവരും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ആ ചാനൽ നമുക്ക് സെറ്റാക്കി നമുക്ക് കൊണ്ടുവരാം. നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? നമുക്ക് കയ്യിലൊന്നും ഇല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ നാളെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ നമുക്കിടയിലും വേണ്ടേ. ഇപ്പം എനിക്കൊരു എന്തെങ്കിലും കിട്ടി ഞാൻ നന്നാകുന്നതെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. നമുക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ, നമുക്ക് എടുത്തു പറയാൻ ഒരാളാകണം. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് നിങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പലതും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഗൈസ്, അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരിക കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മളിതേ നീണ്ട ക്യൂവിന് ശേഷം നമ്മളിതേ മൂന്നാമത് എത്തിയിട്ടുണ്ട്. അതെ, ഫ്രണ്ടിൽ കിടന്ന വണ്ടിയും പോയി ഗൈസ്. അപ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് നിങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയുക. താല്പര്യമുള്ളവർ രേഖപ്പെടുത്തുക, താല്പര്യം ഇല്ലാത്തവർ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് പറയുക. അതേ കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ വണ്ടിയായി. ഇതേ പുറകിൽ ഒരു 2 വണ്ടിയും കൂടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ കൈനീട്ടം നമുക്ക് ഫസ്റ്റാണ്. കൈനീട്ടം എടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി ഓട്ടങ്ങളുടെ വീഡിയോയും കാര്യങ്ങളും കാണിക്കാം. അതിനിടയ്ക്ക് നമുക്ക് എന്തായാലും അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാലൻസ് റാഡിനെ കുറിച്ചും അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും ഇത്ര നാൾ ഉപയോഗിച്ചതിനെ കുറിച്ചും എല്ലാം കൊണ്ടും നിങ്ങളോട് ഒരു അഭിപ്രായം ഞാൻ പറയുന്നതാണ്. മഴ തുടങ്ങി കേട്ടോ. കണ്ടോ ഗൈസ്, ചാറ്റമഴ വീണ്ടും തുടങ്ങി. അപ്പം നമ്മൾ 2ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. മഴയാണ് വീണ്ടും. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആളും തിരക്കും കാര്യങ്ങളും കണ്ടോ. വെളിയിലെങ്ങും ആരുമില്ല ഗൈസ്, ആരുമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ വണ്ടിക്ക് ഒരു ഓട്ടം വന്നു കേട്ടോ. ആ വണ്ടി ഇപ്പം പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പോയില്ല, ആ ഓട്ടവും പോയി. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. ആ വണ്ടിക്ക് ഓട്ടമായി. ഓക്കെ, ഇപ്പോൾ നമുക്ക് വണ്ടി മുമ്പോട്ട് കയറ്റിയിടാവേ. നോക്ക് മക്കളെ, നോക്കേ കണ്ടോ. അപ്പം ഗൈസ്, ചില സമയത്ത് നമ്മൾ ഫസ്റ്റേന്ന് നേരെ നമ്മൾ സെക്കൻഡിലോട്ട് ഇടുമ്പോഴത്തേന് ഗൈസ് നമ്മുടെ ഗിയറിന് ഒരു സ്ലിപ്പിംഗ് ഉണ്ട് 3rd ഗിയറിലോട്ട്. അപ്പം ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഞാനിത് ശ്രദ്ധിക്കാതെ പോയാണ്. ഞാൻ ഓർത്ത് നമ്മൾ ഇട്ടതിൻ്റെ ആ ഒരു ആക്ഷൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ബ്രോ ഇന്നോവലാണ് നമ്മുടെ വണ്ടിയിൽ അത്ര പോലെ അത് ഓടിയിട്ടില്ലേ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും ആ പ്രശ്നം? അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്ലിപ്പിങ് നമുക്ക് ഫസ്റ്റേന്ന് നമ്മൾ സെക്കൻഡിലോട്ട് ഇടുമ്പോഴത്തേന് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടൻ നമ്മളോടത് പറഞ്ഞപ്പോഴാണ് എനിക്കും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള ഇത് എനിക്ക് വന്നത്. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നീ അവിടെ ചെന്ന് ചോദിക്കുക, അവർ തന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൈനീട്ട ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചോദിച്ചു, അമ്മ എവിടാ പോകേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞു ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഓർമ്മയില്ല. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി ഇതിന് മുമ്പ് കയറിയിട്ടുള്ളൂ. അങ്ങനെ പോയ വഴിക്ക് എനിക്ക് മനസ്സിലായി, നേരത്തെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ കൈസ്, അങ്ങനെ നമ്മുടെ കൈനീട്ട ഓട്ടം നമ്മൾ ഓടി നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഏതായാലും നമുക്ക് നോക്കാം, കൈനീട്ടം ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കൈസ്, അപ്പോൾ കൈനീട്ട ഓട്ടം കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൈനീട്ട ഫ്രണ്ടിൽ നിന്ന് വന്ന് കയറി അമ്മച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു എവിടെയാണെന്ന്. അപ്പം പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് കറക്റ്റ് ആളെ മനസ്സിലായില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് വഴി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു പൊക്കോട്ടെ, അവിടെ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ കൈനീട്ട ഓട്ടം. അപ്പോൾ കൈനീട്ട ഓട്ടം കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരിടയ്ക്കായി സെൻട്രൽ പോർഷനാണ് കേട്ടോ. ജഗാണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇടയ്ക്കായിട്ട് നമുക്ക് സ്റ്റാൻഡ് കിട്ടിയേക്കാണ്. അപ്പോൾ കൈസ്, അപ്പോൾ ഇനി ആയാലും നമുക്ക് നോക്കാം. ഓക്കെ, ഉമേഷ് താണ്ട് അവിടെ മറ്റേ തട്ടേല മാറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ക്ലീനിങ്ങാണ്. നമുക്ക് പോയി നോക്കാവേ എന്നാ പരിപാടി നോക്കാം. ഓ
എന്നാ സംഭവം തട്ടേ എന്നാണത്? ബോഡി സ്പ്രേയോ? വണ്ടിക്കുള്ള ബോഡി സ്പ്രേ. അതാ ചോദിച്ച ബോഡി സ്പ്രേ, ബോഡി അടിക്കാനുള്ള സ്പ്രേ ആണോ ചോദിച്ചു? ബോഡി ഇത് അവര് കട്ടി തന്നാടാ ഈ സാധനം ഇങ്ങനെ പുൽത്തകിടി? ആ ഓൾ ഇൻ ഓൾ കൊളായിട്ടോണ്ടിരിക്കുക അവൻ. ഇത് മാറ്റ്. ഓ ഇത് ഏതോ മാറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടിയതാ തോന്നുന്നു അല്ലേ? അത് കണ്ടപ്പോ എനിക്ക് തോന്നി എല്ലാം ഓരോ കഷ്ടം. അത് കാണും. ഞാൻ അവിടെ പോയപ്പോൾ ഇതുപോലെ ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കനം കുറഞ്ഞ ഒരു ഷീറ്റ് പോലെ സാധനം കിട്ടി. അവർ ഈ പ്ലാസ്റ്റിക് എല്ലാം ഉരുക്കി എടുക്കുന്ന പരിപാടിയില്ലേ, അവിടെ കിടന്നാ. ഞാനും അത് എടുത്ത് പുറകെ കയറ്റി. തന്നെ W40 ആണോ അതോ അതിന് ഇവിടെ അടിക്കുന്നത്? അല്ല ചെയിൻ ലൂബ് അടിച്ചാ പറ കേക്കട്ടെ, എന്നാ അതിന്റെ ഉദ്ദേശം പറ. ചെയിൻ ലൂബ് ഇവൻ ബോഡിയിൽ അടിച്ചേക്കുന്നത് കേട്ടോ. ഇവൻ ഈ അടിക്കുന്നതിന് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം. ഗ്ലോസി ചെയിൻ ലൂബ് സ്പ്രേ. ഞാൻ മറ്റേ ടിഷ്യൂവിനെടുത്താ, നീ അങ്ങനെ തന്നെയല്ലേ വെച്ചേക്കുന്നത്? അതല്ല നനഞ്ഞു കിടക്കുന്നത്. ആരാ ആരാ ചെയ്സാ ചെയ്സ് ജയന്റെ ഓരോ പരിപാടികൾ കേട്ടോ. അവിടെ നിൽക്കുക, അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ വണ്ടി വരുന്നത്. അപ്പോൾ ചേട്ടൻ നിൽക്കുന്ന പ്രൈവറ്റ് വണ്ടിയാണ് കേട്ടോ. ടെസ്റ്റിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. ഇത് കേട്ടോ ഒരാൾ കിടക്കുന്നുണ്ടോ ഗൈസ്? അത് ചൂടായ കാരണം കാറ്റ് കിട്ടാൻ വേണ്ടി ബാക്ക് വശമൊക്കെ പൊക്കി പുറയിൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ മൂന്നാമത്തെ വണ്ടിയാണ് നമ്മൾ കേട്ടോ. ഇനി ഇപ്പം ആദ്യത്തെ കഴിഞ്ഞിട്ടോട്ടം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് മൂന്നാം സ്ഥാനത്ത് വന്നേക്കുന്നുള്ളൂ. ഇപ്പം തന്നെ സമയം ഗൈസ് ലേറ്റാണ് വന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ സമയം ഗൈസ് ഞാൻ പറയാം 12:46. അപ്പോൾ ഇനി 12:46 സ്ഥിതിക്ക് ഇനി ഉച്ചയ്ക്കത്തെ ഓട്ടോ എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. അങ്ങനെ കിടക്കുന്നു. ഇപ്പം കണ്ടോ അവൻ ചെയിൻ ലൂബ് അടിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ ഗൈസ്? അപ്പം എന്തെങ്കിലുമൊക്കെ പറ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പ്രിങ് തരുന്നത് നമ്മുടെ ജയൻചാണ്ടാണ് കേട്ടോ. ജയൻചാണ്ട സ്റ്റോക്കാണ് സ്പ്രിങ്. അപ്പോൾ ജയൻചാണ്ട ഇത് വാങ്ങിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഇല്ല ജയൻചാണ്ട എടുത്തോണ്ട് വന്നാൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വരുമ്പോൾ നന്നായി. അപ്പം ആ സ്പ്രിങ്ങും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് 2 എണ്ണം വേണേ, 2 എണ്ണം മതി. അപ്പോൾ നമുക്ക് സെറ്റാക്കി നോക്കാം. ഓക്കെ, ഫ്രണ്ടിലെ വണ്ടിക്ക് ഒരോട്ടം വന്നു. അപ്പോൾ ഏതായാലും അതിപ്പം പോവും, നമുക്കിത് അങ്ങോട്ട് കയറ്റിയിടാം. അപ്പം വീണ്ടും നമ്മൾ 1 മണിക്ക് മുമ്പ് നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത പെട്ടെന്ന് ഓട്ടവും കിട്ടി നമുക്ക് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, കാരണം വണ്ടി പോകുന്നു. അപ്പോൾ നമുക്ക് കയറ്റിയിടാം. ഓ ഗൈസ്, ഒരോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കി ഫ്രണ്ടിലോട്ട് വന്നേ ഉള്ളൂ. അതെ, അമ്മേ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, നമ്മളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വണ്ടി നിർത്തേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ഓട്ടം കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഓട്ടം ആ അമ്മയെ കൊണ്ട് നമ്മൾ വിട്ടു. നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ സ്റ്റാൻഡിലോട്ട് തന്നെ പോവാണ്. വീട്ടിലോട്ട് കയറണമെന്ന് വിചാരിച്ചാണ്, അപ്പോൾ വിശക്കുന്നില്ല. അപ്പോൾ ഏതായാലും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇപ്പോൾ കഴിക്കാൻ മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഓട്ടം കൂടെ എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ. എടുത്ത് കഴിഞ്ഞിട്ടേ നമ്മൾ വന്നപ്പോൾ 3-ാം സ്ഥാനം കണ്ടോ. നമ്മൾ പോകാൻ നേരത്ത് സുമേഷ് ഏറ്റവും പുറമില്ലായിരുന്നു. അവൻ ഫസ്റ്റ് വന്ന് നമ്മൾ 3-ാം സ്ഥാനം വന്ന് നമ്മുടെ പുറയിൽ ഒരു വണ്ടി കൂടെ വന്നു ഗൈസ്. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് ഏതായാലും എടുത്തിട്ട് നമുക്കായാലും ഫുഡ് കഴിക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലെ 2 വണ്ടി പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം അത് പോയി. അപ്പം ഇനി നമ്മളും നമ്മുടെ വണ്ടിയും കൂടെ അങ്ങോട്ട് കയറ്റിയിട്ടെ. 2-ാം സ്ഥാനം.
അപ്പോൾ കൈസ് ഇപ്പോൾ ദേ നല്ല കാറ്റ് കാര്യങ്ങൾ ദേ ഫ്രണ്ടിൽ വന്നു കണ്ടോ. ദേ എന്നാ നിൽക്കുന്നത് കാര്യം പറ. വീഡിയോ എടുക്കുകയായിരുന്നു. ഇത്ര നേരം പുറകെ കിടന്നു ഫ്രണ്ടിൽ വന്നതല്ലേ. ഇന്ന് ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ എടുത്തിട്ട് കഴിക്കാൻ പോകാമെന്ന് പറയാൻ വേണ്ടി വരികയായിരുന്നു. എന്താ കഴിക്കാനൊന്നും പോകുന്നില്ല, വിശപ്പൊന്നും ഇല്ലാത്ത ആളാണ് കഴിച്ചിരിക്കുന്നത്. സബ്സ്ക്രൈബറേയും കൂടെ കിട്ടി, അങ്ങനെ ഒരു സബ്സ്ക്രൈബറേയും കൂടെ കിട്ടി കേട്ടോ ഗൈസ്. അത് ഗൈസ് അപ്പോൾ നമ്മുടെ ഇവിടെ ഫാന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അങ്ങനെ ഫോൺ വലിയ രീതിക്ക് ഉപയോഗിക്കാൻ അറിയാത്തവരും പ്രായമായവരൊക്കെയാണ്. ഞാൻ ഇവരോട് ആരോടും നമ്മളെ ചാനൽ ഇങ്ങനെ അന്ന് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്ന കാര്യങ്ങളൊന്നും പറയേണ്ടൊന്നുമില്ല. ഇവർ നോക്കുമ്പോൾ ഞാൻ ഫോണും പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന അറിയുമ്പോൾ ഇങ്ങനെ കാണുന്നതല്ലാതെ ഇപ്പോഴെന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചാനലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഗൈസ് ഫ്രണ്ടിൽ വന്നു, നമുക്ക് നോക്കാം ആരാ വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഉച്ചക്കത്തെ നമുക്ക് അന്നത്തിന് നമ്മളെ ഇവിടുന്ന് ആരാ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംഭവമായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് പോവാം അതാണ്ട് അടുത്ത്. ഇപ്പം ഗൈസ് അപ്പോൾ അരമണിക്കൂറോളമായി ഫ്രണ്ടിൽ വന്ന് കിടന്നിട്ട് കേട്ടോ. അതല്ലേലും അങ്ങനെയാണ് ഗൈസ്, നമ്മൾ വിചാരിക്കുക ഫ്രണ്ടിലല്ലേ എന്നാലും ഒരു ഓട്ടോ എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പോകാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ജന്മത്തിൽ നമുക്കൊരു ഓട്ടം കിട്ടത്തില്ല. പിന്നെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കിടന്ന് 1 മണി 2 മണി 2:30 3 മണിയൊക്കെ ആകുമ്പം വല്ല ഓട്ടം വന്നു നമ്മൾ ആ ഓട്ടം പോയി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ നിങ്ങൾ പറയണേ കേട്ടോ. ഇപ്പം ഗൈസ് അപ്പം എന്തേ അങ്ങനെ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടമാണ് ഗൈസ്. അപ്പോൾ ഏലംകുന്ന് പള്ളി എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഓട്ടം വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പം നമുക്ക് ഉച്ചക്കത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി നമുക്ക് ധൈര്യമായിട്ട് പോകാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വരാം. അപ്പം കുറേ ആളുകളൊക്കെ ആഹാരം കഴിച്ചിട്ടൊക്കെ വന്ന് സ്റ്റാൻഡിൽ ഇപ്പം വന്ന് കിടപ്പുണ്ട് ആളുകൾ. നമുക്കതിൽ ഇനിയിപ്പം കഴിക്കാൻ പോവാം. ഓക്കെ. പാട്ട് നിർത്തിട്ട് തരട്ടെ. ബ്ലഡി ഫുൾ ഡുങ്കടി ആ തുണി വിരിച്ചു വേണോ? ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേനുള്ള വണ്ടി കണ്ടോ. അപ്പം നമ്മുടെ സ്പ്രിങ്, അതായത് നമ്മുടെ ബാലൻസ്റാൻഡിൻ്റെ സ്പ്രിങ്ങിൻ്റെ കേസായിട്ട് നമ്മളിന്ന് പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പം സ്പ്രിങ് ഇതാണ് നമ്മുടെ ജയൻ ചേട്ടൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജയൻ ചേട്ടൻ സ്പ്രിങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാൻ നോക്കട്ടെ. കണ്ടോ സ്പ്രിങ് കിടപ്പുണ്ട്. അപ്പോൾ അത് വണ്ടി അങ്ങോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞിട്ട് ജയൻ ചേട്ടനോട് തന്നെ നമുക്കത് ആദ്യം വന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് ഇവിടെ ബാലൻസ്റാൻഡ് സ്പ്രിങ്ങും ചെയ്യുന്നത് ജയൻ ചേട്ടൻ്റെ വണ്ടിക്കതാണ് കേട്ടോ. വണ്ടി കയറ്റിയിട്ടിട്ട് ജയൻ ചേട്ടൻ തന്നെ എല്ലാം പറഞ്ഞു തരണം. സാധനം കാണിച്ചു തരാം. എന്തേ കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ഇട്ടതാണോ ചേട്ടാ അതോ വേറെ വാങ്ങിച്ച സ്റ്റോക്ക് വെച്ചതാ? കണ്ടോ ഗൈസ്, രണ്ടും ഹൈറ്റ് വ്യത്യാസം ഉണ്ടല്ലേ? നിരപ്പ് വെച്ച് അതേ വെച്ച് അവിടെ വെച്ച് അതെ എന്നാലും ഒരു പൊടിക്ക് എവിടെയോ എന്തോ ഒരു വ്യത്യാസം ഇല്ല, സെയിമാ അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണത് നമ്മുടെ കട്ടപ്പനയിലെ സ്പ്രിങ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോക്കായിട്ടൊന്ന് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് ചേട്ടൻ. അപ്പോൾ ഇതിന് എത്ര പിരി ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ? 9 പിരി വരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇത് പറയുന്നേ ഈ സ്പ്രിങ്ങിനകത്ത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പിരി അല്ലെ ഒരു ഇത് ഇച്ചിരി കൂടുതലാണ് കയറ്റി ഇടുന്നെന്ന് പറയുന്നത്. ചെയ്യുന്ന കുറ്റിക്ക് നീളം കൂടുതലാണ്. ചെയ്യുന്ന കുറ്റിക്കാണ് നീളം കൂടുതൽ അല്ലേ? അല്ലാതെ ചെയ്യാൻ പറ്റില്ല. സ്പ്രിങ്ങിലല്ല അപ്പം അത് അറിയത്തില്ല. ഇല്ല എനിക്കറിയത്തില്ല അല്ലേ. ഈ സൈഡ് ചാക്കല്ല 3 കുറ്റിയാണ് വരുന്നത്. അന്നേരം ഇട സൈഡിൽ വരുന്നത് ആളെപ്പോഴും ഇട സൈഡിലല്ല ഇരിക്കുന്നത്. ആ സൈഡ് ശകലം കിളപ്പിക്കണം. കുറ്റിയല്ല ചെയ്യുന്നത്. ഓ അപ്പോൾ സ്പ്രിങ്ങിലല്ല. അപ്പോൾ കണ്ടോ ഒരു പണിയില്ല. അപ്പോൾ അതാണ്. പിന്നെ കുറ്റിയിലാണ് അഡ്ജസ്റ്റ്മെന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എനിക്കറിയാൻ തന്നെ അറിയാം, സ്പ്രിങ്ങിന്റെ ഒരു സൈഡിൽ ഇച്ചിരി കൂട്ടിയിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല. അപ്പോൾ ഫുൾ ലെങ്ത് വരുന്ന സ്പ്രിങ് തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മുടെ വണ്ടിയിലെല്ലാം ഇട്ടേക്കുന്നത്. പിന്നെ വേറെ സംഭവം, നമ്മുടെ ബാലൻസ് റാഡില്ലേ, ഇപ്പോൾ ജയൻചാറിൻ്റെ വണ്ടിക്കകത്ത് ഞങ്ങൾ രണ്ട് സ്ഥലത്തു നിന്നാണ് സാധനം ചെയ്തേക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ ബാലൻസ് റാഡ് നിങ്ങൾക്ക് കാണാം. കണ്ടോ ഇതിൻ്റെ ബാലൻസ് റാഡ്. ചേട്ടാ ഇത് ബാലൻസ് റാഡ് ഏതിൻ്റെയാണെന്ന് പറയുന്നത്? 800 ഉണ്ട് അല്ലേ? നിങ്ങൾ ചെയ്തേക്കുന്ന മാറ്റേൻ്റെ നിങ്ങളുടെ ബാലൻസ് റാഡ് തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ വേറെ ഇത് ചെയ്തേക്കുക.
ആണോ? ഇത് അങ്ങനെയല്ല, ഇത് ബുഷ് ചെയ്ത് ആണോ? അങ്ങനെ ഉണ്ടോ? പിന്നെ നോക്കട്ടെ. വീഡിയോ ഇതിന് മുമ്പ് കണ്ടോ വേറെ ബുഷ് എടുക്കുക ചെയ്തല്ലോ. വേറെ വേറെ വ്യത്യാസമാണ്. എൻ്റെ വേറെ ടേപ്പ് അത് നട്ടുപോലത്ത് മുറിക്കുക. ആണോ? പിന്നെ നട്ട മഴ വരുന്നുണ്ട്. ജയൻ്റെ അവിടെ നട്ട അല്ലേ? അതിലോട്ട് നേരെ കണ്ടോ, രണ്ട് ടൈപ്പാണ് സാധനം വന്നേക്കുന്നത് കേട്ടോ. അതെ, അപ്പോൾ രണ്ടും സംഭവം ഓട്ടോയ്ക്ക് ചെയ്യുന്ന എല്ലാ ബാലൻസ് റാഡ് 800 തന്നെ. രണ്ടും കട്ടപ്പനയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ രണ്ടും കട്ടപ്പനയിൽ 2 സ്ഥലത്താണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കൈസേ മഴ വന്നു കണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ചെയ്സേ കൊടുത്തേക്കുന്ന ആ ക്ലാമ്പ് സെറ്റ് ചെയ്തേക്കുന്നതിനകത്ത് ഇച്ചിരി വ്യത്യാസമുണ്ട്, ബുഷും കാര്യങ്ങളൊക്കെ. അപ്പം ഫസ്റ്റ് എനിക്കൊന്ന് ഇവിടെ നിന്ന് ആദ്യമേ പോയി ചെയ്യുന്നത് ജയിഞ്ചാണ്ടാണ്. കട്ടപ്പനെ പോയി സ്പ്രിങ്ങും ബാലൻസ് റാഡും ചെയ്യുന്നത്. അപ്പോൾ ജയിഞ്ചാണ്ടൻ തന്നെ. ജയിഞ്ചാണ്ട് ഇപ്പോൾ അത് ചെയ്തിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി കാണും? ആദ്യം 6 പുത്തമ്പണ്ടി എടുത്തപ്പം ചെയ്തു 6 കൊല്ലമായി. 6 കൊല്ലത്തിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ഇതിനു മുമ്പ് ഒരു തവണ സ്പ്രിങ് ഒടിഞ്ഞു, ഒറ്റ പ്രാവശ്യം. അല്ലാതെ ബുഷ് കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്കല്ലേ മാറ്റിയത്? അതെപ്പോഴാണ് മാറ്റി? മാറും. പോയിട്ട് മാറ്റുന്നതാണോ അല്ല അങ്ങ് മാറുന്നതാണ്? അപ്പം കഴിച്ചപ്പം കണ്ടല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങാണ്ട് സ്പ്രിങ് ഒടിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ 6 കൊല്ലമായി. അത് എല്ലാവർക്കും ഒന്നും അങ്ങനെ വരണമെന്നില്ല, മനസ്സിലായില്ലേ? അത് ഓരോരുത്തരുടെ ഓട്ടവും കാര്യങ്ങളും പോകുന്ന സ്ഥലവും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം സ്പ്രിങ് ഒടിഞ്ഞു. അല്ലാതെ പിന്നെ ബുഷ് ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് പോയി 100 പ്രാവശ്യം ജയചേട്ടൻ ബുഷ് മാറിയായിരുന്നു. ഇപ്പം അധികമായില്ല, കഴിഞ്ഞ മാസം അവസാനം പോയാൽ ബുഷ് മാറി. അപ്പം അതേ ഉള്ളൂ കംപ്ലൈൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ബാക്കി ആർക്കും അങ്ങനത്തെ പറയത്തക്ക വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ സൈഡ് വെട്ടി തേയുക എന്നുള്ളതൊന്നും അങ്ങനെ വലിയ രീതിക്കൊന്നുമില്ല. നോർമലായിട്ടൊക്കെ ഉള്ള അത് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെതായ ഒരു രീതിക്ക് എപ്പോഴും ഒരു തേറൊന്നും ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അല്ലാതെ വേറെ അങ്ങനെ വെട്ടിത്തയിലോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ മഴ കൂടി ഗൈസ്. അപ്പം കണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിനകത്തെ ബാലൻസ് റാഡ് സ്പ്രിങ്ങിൻ്റെ ഒരിത്. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി എടുക്കുന്നവരെല്ലാവരും നമ്മളോടാണെങ്കിലും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, സ്പ്രിങ് ചെയ്യുന്നതിന് എത്രയായി, ബാലൻസ് റാഡ് ചെയ്യുന്നതിന് എത്രയായി എന്നൊക്കെ നമ്മളോട് പലരും പല ടൈമിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7500 രൂപയായി. പിന്നെ ഒരു കാര്യം, ഇപ്പം അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങളേതായാലും പോകുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുഷോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 ബുഷ് അല്ലെങ്കിൽ 2 ബുഷോ 3 ബുഷോ ഒക്കെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ആവശ്യമാണ്. വേറൊന്നുമല്ല, ഇൻ കേസ് അതിപ്പോൾ അല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഇത്രയും കിലോമീറ്റർ ലോങ് പോകുന്ന ആളുകളാണ്, മനസ്സിലായത്? ഇപ്പം നമ്മുടെ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് ഈ ബുഷ് ചിലപ്പം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനു വേണ്ടി പോകേണ്ടി വരും. ഇപ്പോൾ ജയൻചേട്ടനാണ് കഴിഞ്ഞിടയ്ക്ക് ഈ ബുഷ് മാറാൻ വേണ്ടി തന്നെ ഇവിടുന്ന് കട്ടപ്പന വരെ പോയി ബുഷും കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നിങ്ങൾ പുതുതായിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ് ഇനി ഇപ്പോൾ എടുക്കാൻ പോകുന്നവരും ചെയ്യാൻ പോകുന്നവരും നിങ്ങളൊരു 2-3 ബുഷ് നിങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനാണല്ലോ നമുക്കത് എങ്ങനെയായാലും നമുക്ക് ഉപകാരപ്പെടും. വർഷാവർഷമൊക്കെ അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്ക് സെറ്റായിട്ട് സാധനം കിടന്നോളും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്പ്രിങ്, അതിൻ്റെ ബാലൻസ് റാഡ് സെറ്റപ്പ് കേട്ടോ. അപ്പോൾ 800-ൻ്റെ ബാലൻസ് റാഡാണ് നമ്മൾ ചെയ്ത് വണ്ടിക്ക് വരുന്നത്. പിന്നെ സ്പ്രിങ് എൻ്റെ വണ്ടിക്കകത്ത് സ്പ്രിങ് ചെയ്യാൻ നേരത്ത് ഫിയറ്റിൻ്റെ സ്പ്രിങ് ആണെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ ഫിയറ്റിൻ്റെ സ്പ്രിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിച്ച് അപ്പം അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഒരു സംഭവം എനിക്ക് എൻ്റെ മൈൻഡിൽ സത്യം പറഞ്ഞിരുന്ന ലെഫ്റ്റ് സൈഡിൽ ഇതിനകത്ത് ആ സ്പ്രിങ്ങിലാണ് അതിൻ്റെ ഹൈറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഫുൾ സ്പ്രിങ്ങിനകത്ത് ആ സ്പ്രിങ് സെറ്റ് ചെയ്യുന്ന ആ അതേലാണ് ഒരു ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി ഒന്ന് കൂട്ടി ഇടുന്നത്. ഓക്കെ, അപ്പം ഗൈസ് ഉച്ച കഴിഞ്ഞ് നമ്മൾ വന്നത് വീണ്ടും ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയി. പെട്ടെന്ന് മഴ പെയ്തു, പെട്ടെന്ന് തന്നെ നിന്നു. ഇനി നമുക്ക് നോക്കാം അടുത്ത ഓട്ടം ഇനി സെറ്റാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾ ആ സ്പ്രിങ് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് നല്ല സ്പ്രിങ്ങും കാര്യങ്ങളും. ബാലൻസ് റാഡ് ഉണ്ടെങ്കിൽ ബാലൻസ് റാഡ്, അല്ല സ്പ്രിങ് മാത്രം ആ സ്പ്രിങ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് കേട്ടോ. ഏറ്റവും അത്യാവശ്യമെന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട സാധനമാണ്. അപ്പം ചിലവർ പുത്തൻ വണ്ടി എടുത്ത് വണ്ടി ഇറക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇറക്കുന്ന സമയത്ത് തന്നെ സ്പ്രിങ്ങും ബാലൻസ് റാഡും ചെയ്യും. ബാലൻസ് റാഡ് ചെയ്തില്ലെങ്കിൽ സ്പ്രിങ് ചെയ്യും. അപ്പം ചിലവർ കുറേ നാൾ ഓടി 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ആയിരിക്കും മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുത്തൻ വണ്ടി എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഈ സ്പ്രിങ് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ചിലവ് കുറഞ്ഞിരിക്കും. അതായത് നിങ്ങൾക്ക് വേറെ ഷോക്ക് അബ്സറും കാര്യങ്ങളും ഒന്നും വാങ്ങേണ്ടി വരത്തില്ല. അപ്പോൾ ഷോക്ക് അബ്സറും പുത്തനാണ്, ബാക്കി റബ്ബർ കട്ട കാര്യങ്ങൾ ബുഷ സംഭവങ്ങളെല്ലാം പുതിയതായിരിക്കും.
അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങേണ്ടി വരത്തില്ല. പക്ഷേ 1-2 കൊല്ലമൊക്കെ നിങ്ങൾ ഓടിച്ച് അത്യാവശ്യം ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പിന്നീട് നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോക്ക് അബ്സർ അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേന് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പുത്തൻ വണ്ടിക്ക് ചെയ്യുന്ന ആ റേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്ട്രാ പൈസയും കൂടെ നിങ്ങൾക്ക് ആകും. അപ്പോൾ മാക്സിമം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തോണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ തുകയ്ക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഷോക്ക് അബ്സർ വാങ്ങുന്നതിനും മറ്റ് ബുഷുകൾ പോയിട്ടുണ്ടെങ്കിൽ ആ ബുഷ് മാറുന്നതിനും ഒക്കെ ആയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ആകും കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ വണ്ടി അതായത് അത്യാവശ്യം ലോങ് ഓട്ടം അല്ലെങ്കിൽ ഓട്ടം കാര്യങ്ങളുള്ളത് വെയിറ്റൊക്കെ കയറ്റുന്നത് അല്ലെങ്കിൽ ആൾ കയറുന്ന 4-5 പേരെ കയറ്റുന്നവരൊക്കെ മസ്റ്റായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പ്രിങ് കേട്ടോ. ബാലൻസ്ഡാണ് രണ്ടാമത്തെ ഓപ്ഷനിലാണ്. അത് ആവശ്യമുള്ളവർ മാത്രം കയറ്റിയാൽ മതി. നമ്മുടെ അവിടെ സ്പ്രിങ് കയറ്റിയ കാണിച്ചാൽ ഈ വണ്ടിക്ക് സ്പ്രിങ് കയറ്റിയിട്ട് എത്ര വർഷമായി? 1.5 വർഷം കഴിഞ്ഞു. 1.5 എത്ര ആയുള്ളൂ? ഇതിന് മുമ്പത്തെ ഞാൻ എടുത്ത വണ്ടി എടുത്തത് 2 വേറെ എടുത്തായിരുന്നു. ആ 2 എടുത്തു ചെയ്തായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പം ആദ്യത്തെ പുത്തൻ വണ്ടിയായിരുന്നു. അത് ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെറുക്കിന് വേണ്ടിയിട്ട് എടുത്തു. അത് ഞാൻ 6 മാസം കഴിഞ്ഞപ്പം കൊണ്ടുപോയി ചെയ്തു. ഇത് 3ാമത്തെ വണ്ടിയാണ് കൊണ്ടുപോയി ചെയ്തത്. ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല. 1.5 വർഷത്തിന് മേലായി ഇപ്പം. കാരണം ഞാൻ 20 തവണ അടച്ചു, CC അടച്ചു. ഇതിനോടിടയ്ക്ക് ഞാനൊരു ബുഷ് പോലും ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടില്ല, മാറിയിട്ടില്ല. ബുഷ് ഞാൻ മേടിച്ചത് അന്ന് കൊണ്ടുവന്നത് വീട്ടിൽ ഇരിക്കുക. ഇപ്പോഴും സെപ്പറേറ്റ് വാങ്ങിച്ചായിരുന്നു അല്ലേ? അത് വാങ്ങിച്ചായിരുന്നു. കാരണം ഇത്രയും ദൂരമായതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അതിപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. ഒരു കേടുമില്ല. ഒരു പാക്കറ്റ് 4 അമ്മ 2, 4 ആണോ? അപ്പോൾ 1.5 കൊല്ലം മേളിലായി. 2 കൊല്ലം അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ട് ഒരു ബുഷിന് പോലും മാറ്റം വന്നിട്ടില്ല അല്ലേ? ബുഷിൻ്റെ ഒന്നും മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പം പറഞ്ഞ സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും ബുഷോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചേക്കണമെന്ന്. ഇത് എക്സ്ട്രാ ബുഷ് വാങ്ങിച്ചിട്ട് അത് ഇന്നവരെ എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഗൈസ് ചില ആളുകളുടെ ഇത് യൂസ് അനുസരിച്ചാണ് ചിലപ്പം ഒടിയുക, ചിലപ്പോൾ ബുഷ് മാറുക. അതൊക്കെ നമുക്ക് ആരുടെയും കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് സെറ്റപ്പ് സാധനമാണ് ഗൈസ് നമ്മുടെ ഈ സ്പ്രിങ്. അല്ല വണ്ടി പോയി. അപ്പം വീണ്ടും നമ്മൾ ഫ്രണ്ടിലെത്തിയേക്കുവാണ് ഗൈസ്. വണ്ടി ഫ്രണ്ടിലോട്ട് കയറ്റിയിടാവേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ സ്റ്റാൻഡിൽ കിടന്ന് ഫസ്റ്റ് ഫ്രണ്ടിൽ വന്നേക്കാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ ഓട്ടത്തിൽ നമ്മളെ ഉച്ച കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത് നോക്കാവേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ അങ്ങനെ ഉച്ചക്കത്തെ ഓട്ടം നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടമാണ് ഗൈസ്. അപ്പോൾ ആ ഓട്ടം നമ്മൾ ആളെ കൊണ്ട് കറക്റ്റ് ഇറക്കി ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ അടുത്ത ഓട്ടം നോക്കി സ്റ്റാൻഡിലോട്ട് പോവാണേ. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, കണ്ടോ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഒരു ഓട്ടമാണ് കണ്ടോ. നല്ല അത്യാവശ്യം ഒരു 150 രൂപയുടെ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. 5 കിലോമീറ്റർ അടുത്ത് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടിയ ഓട്ടങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്ത ഓട്ടങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവാണ്. ഞാൻ ഈ പ്രദേശത്തൊക്കെ ആദ്യമായിട്ട് വരിക. തൊഴിലുറപ്പ് കഴിഞ്ഞ് ചേച്ചിമാരെല്ലാം പോകാൻ നിൽക്കുക. അപ്പോൾ ഗൈസ് അപ്പം എന്തേ വൈകുന്നേരം വേണ്ടേ. അപ്പോൾ നമ്മൾ വീണ്ടും ഗൈസ് അപ്പോൾ ഫ്രണ്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഉള്ള വൈകുന്നേരത്തെ ഓട്ടം ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രണ്ട് വന്ന് കിടക്കുവാണേ. ഒരു വണ്ടി പോയി, വണ്ടി കിടക്കുന്നുണ്ട്. അപ്പം ഗൈസ് അപ്പം എന്തേ കണ്ടല്ലോ, അതെ നമ്മളെല്ലാവരും ഇങ്ങനെ നിരന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. അതെ ഈ വരുന്ന വണ്ടിയിൽ നമുക്കൊരു ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഓട്ടം കൂടെ എടുത്തിട്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഓട്ടം കൂടെ കാരണം ഞങ്ങളെല്ലാവരും നേടി ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഞങ്ങളെല്ലാം നിരന്ന് കിടക്കുക കേട്ടോ. അതായത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.